പത്രാധിപ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു സവിശേഷത, അദ്ദേഹം പ്രത്യക്ഷത്തിൽ പിൻപറ്റിയ സാഹിതീയ ഭാവുകത്വത്തെ മാത്രമല്ല അദ്ദേഹം പിന്തുണച്ചത് എന്നതാണ്. ഒരുപക്ഷെ ആ കാലത്ത് പതിയെ പതിയെ തെളിഞ്ഞു തുടങ്ങുക മാത്രം ചെയ്തിരുന്ന ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ എത്രയെങ്കിലും രചനകളെ അതിൻ്റെ മൗലികത തിരിച്ചറിഞ്ഞ് പ്രകാശിപ്പിക്കാനും അങ്ങനെ താൻ പിൻപറ്റുന്ന നാലുകെട്ടിലോ കാലത്തിലോ അസുരത്തിലോ മഞ്ഞിലോ ഒക്കെ നാം വായിച്ച് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനാ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മോഡേണിസത്തിൻ്റെ സങ്കീർണതയെന്നോ ദുർഗ്രഹതയെന്നോ രൂപപരമായ പരീക്ഷണങ്ങളെന്നോ ഒക്കെ അക്കാലത്ത് ആക്ഷേപിക്കപ്പെട്ടിരുന്ന സാഹിത്യത്തിലെ തന്നെ വഴിതെറ്റലുകളെന്ന് പലരും കരുതിയിരുന്ന, ഇപ്പോൾ വൈലോപ്പിള്ളിയെ പോലൊരു കവി തന്നെ, മലയാള ഭാഷയിലെ ഏറ്റവും സൂക്ഷ്മബോധമുള്ളൊരു കവി തന്നെ മോഡേണിസത്തെക്കുറിച്ച് ഈ കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് ചോദിക്കുന്ന മട്ടിൽ അന്ന് മോഡേണിസം വളരെ സന്നിഗ്ധമായ ഒരു സ്വഭാവമാണ് പുലർത്തിയിരുന്നത്. അതിന് സാർവത്രിക സ്വീകാര്യതയൊന്നും ഉണ്ടായിരുന്നില്ല 70കളിലും 80കളിലുമൊക്കെ. ആ ഘട്ടത്തിലെ പത്രാധിപത്യം കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ മോഡേണിസ്റ്റ് സാഹിത്യത്തിലെ വലിയ കൃതികളെ അദ്ദേഹം എഴുത്തുകളെ ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് കണ്ടെടുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തത്. ഇതും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം താൻ പിൻപറ്റുന്ന സാഹിത്യ ഭാവുകത്വം കൊണ്ട് മാത്രം പുലരേണ്ട ഒന്നല്ല നമ്മുടെ ഭാഷയുടെ സാഹിത്യ ജീവിതം അല്ലെങ്കിൽ ഭാവുകത്വം എന്ന തിരിച്ചറിവും തെളിഞ്ഞു വരുന്ന റെയ്മണ്ട് വില്യംസിനെ പോലെ ഉള്ള ചിന്തകന്മാർ ഡോമിനൻ്റ് ആൻഡ് എമർജൻ്റ് എന്ന് പറയും. ആധിപത്യം പുലർത്തുന്ന മേൽക്കൈയുള്ളൊരു ഭാവുകത്വം നിലനിൽക്കെ തന്നെ ആ ഭാവുകത്വത്തെ പുലർത്തിക്കൊണ്ട് അതിനുള്ളിൽ നിന്ന് പതിയെ പതിയെ തെളിഞ്ഞു വരുന്ന പുതിയ ഭാവുകത്വത്തിൻ്റെ അടയാളങ്ങൾ ഏത് സജീവമായ രചനാസന്ദർഭത്തിലും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉയർന്നു വരുന്ന ആവിർഭവിക്കുന്ന അല്ലെങ്കിൽ പതിയെ പതിയെ ഉത്ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകളെയും ഭാവുകത്വത്തിൻ്റെ അടയാളങ്ങളെയും കണ്ടെടുക്കാനും ഏതാണ്ട് മലയാളത്തിലെ മോഡേണിസ്റ്റ് സാഹിത്യത്തിൻ്റെ സംസ്ഥാപനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനും കഴിഞ്ഞ പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്.